വാർത്തകളിലേക്ക് വരുമ്പോൾ അനൂപി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പല നേതാക്കളുടെയും മുതിർന്ന നേതാക്കളുടെയും കൂടുമാറ്റമാണ്. ഇപ്പോൾ സമാനമായ സാഹചര്യമാണ് പയ്യന്നൂരിൽ നിന്നും കണ്ടത്. അപ്പോൾ പയ്യന്നൂരിലേക്കുള്ള ഒരു വാർത്തയിലേക്കാണ്. പയ്യന്നൂരിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നുവെന്ന് UDF സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ 24-നോട് വ്യാജ ID കാർഡ് ഉപയോഗിച്ചും ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെയുമാണ് കള്ളവോട്ട് നടന്നത്. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. വീടും വാഹനവും ആക്രമിക്കപ്പെട്ട ടി പുരുഷോത്തമനോട് LDF സ്ഥാനാർത്ഥിക്ക് വ്യക്തിപരമായ വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചു. പയ്യന്നൂരിൽ വ്യാപകമായ രീതിയിൽ കള്ളവോട്ട് പലയിടത്തും നടന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ സംബന്ധിച്ചുള്ള പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബന്ധപ്പെട്ട അധികാരികൾക്കും നൽകിയതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടായില്ല. വളരെ മുമ്പ് തന്നെ ഇവർ വ്യാജ ID കാർഡ് പ്രിൻ്റ് ചെയ്ത് തയ്യാറാക്കി കള്ളവോട്ടിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു. അയാൾ CPIMൻ്റെ മെമ്പർ തന്നെയാണ്. അയാൾ എൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളല്ല. LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് അയാളോട് വ്യക്തിപരമായ വിരോധം നിലവിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കണ്ണൂരിൽ നിന്നും ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, CPIMന്റെ കണ്ണിലെ കരടായി കുഞ്ഞികൃഷ്ണൻ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇന്നലത്തെ വോട്ടെടുപ്പിൽ അവിടെ കള്ളവോട്ട് നടന്നു എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. വലിയ ആരോപണമാണല്ലോ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും അതിഗുരുതരമായ ആരോപണമാണ് പയ്യന്നൂരിലെ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്നത്. പയ്യന്നൂർ മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നു എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അത് ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു കള്ളവോട്ടായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് തന്നെ വ്യാജ ID കാർഡുകൾ ഉൾപ്പെടെ തയ്യാറാക്കുകയും അതുപയോഗിച്ച് വോട്ടിംഗ് നടത്തുകയും ചെയ്തു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 ബൂത്തുകളിൽ 95% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഇടങ്ങളിൽ റീപോളിംഗ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ പയ്യന്നൂരിൽ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ വലിയ തോതിൽ തന്നെ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത പുരുഷോത്തമൻ, അത് CPIM പാർട്ടി അംഗമായ പുരുഷോത്തമന്റെ വീട്ടിൽ ആക്രമണം നടത്തുകയും വീട്ടിലെ ജനൽ ചില്ലുകളും തകർക്കുകയും ഒപ്പം തന്നെ വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് തീ കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ഈ LDFന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ CPIMന്റെ സ്ഥാനാർത്ഥി മധുസൂദനന് വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നു പുരുഷോത്തമനോട് എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നത്. നേരത്തെ പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയും പിന്നീട് തിരികെ എത്തുകയും ചെയ്ത ഒരു പാർട്ടി അംഗമാണ് പുരുഷോത്തമൻ. പുരുഷോത്തമൻ തിരികെ പാർട്ടി അംഗത്വത്തിലേക്ക് വരുന്നതിനെ ശക്തമായി മധുസൂദനൻ എതിർത്തിരുന്നുവെന്നും അത്തരത്തിൽ വ്യക്തിവൈരാഗ്യം ആണ് ഇതിനൊരു കാരണമായേക്കാം എന്ന സംശയമാണ് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ പുരുഷോത്തമൻ തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഒരു ഘട്ടത്തിലും പ്രചരണത്തിൽ ഉൾപ്പെടെ ഏർപ്പെട്ടിരുന്നില്ല. പുസ്തക പ്രസിദ്ധീകരണ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നതൊഴിച്ചാൽ മറ്റ് ബന്ധങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത്തരം ഒരു വ്യക്തിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ മധുസൂദനന്റെ വ്യക്തിവൈരാഗ്യം തന്നെയാണ് എന്നാണ് ആരോപണം. എന്നാൽ ഈ ആക്രമണ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ അറിവുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നും പ്രാദേശികമായി ഒരു മാഫിയ സംഘമായാണ് LDF സ്ഥാനാർത്ഥിയും സംഘവും പ്രവർത്തിക്കുന്നത് എന്നുമുള്ള ആരോപണമാണ് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്നത്. പയ്യന്നൂരിൽ കള്ളവോട്ട് നടന്നു എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ വാഹനവും വീടും ആക്രമിക്കപ്പെട്ട ടി പുരുഷോത്തമനോട് LDF സ്ഥാനാർത്ഥി വ്യക്തിപരമായ വൈരാഗ്യമുണ്ട് എന്നും 24-നോട് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി കണ്ണൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.